നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് വരുന്ന മെസ്സേജ്, ഫോട്ടോ, വീഡിയോ എന്നിവയെല്ലാം നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കാറുണ്ട്. നമ്മൾ ബാക്കപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഏതെങ്കിലും ഫോട്ടോയോ വീഡിയോയോ ഡോക്യുമെൻറ്റോ തിരിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ബാക്കപ്പിൽ പോയി തപ്പിയാൽ അത് നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാം ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത്. എന്നാൽ നമ്മൾ ബാക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജിമെയിൽ ID വഴി ഗൂഗിൾ ഡ്രൈവിലേക്കാണ് ഇത് ബാക്കപ്പ് ചെയ്യുന്നത്. എന്നാൽ നമ്മളുടെ ജിമെയിൽ അക്കൗണ്ടിൽ ഏകദേശം ഒരു 15 GB നമുക്ക് കിട്ടുക. അതിലും കൂടി കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ബാക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് കാരണം നമ്മുടെ വാട്സപ്പിലുള്ള നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, ഫോട്ടോസ്, വീഡിയോസ് എന്നിവ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് തിരിച്ചെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിക്കുകയുമില്ല. അപ്പോൾ അതിനു വേണ്ടി ഒരു അടിപൊളി സൊല്യൂഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ആ 3 ഡോട്ട് ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഏറ്റവും താഴെ വരുന്ന സെറ്റിങ്സിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ കാണാം ചാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ ഏറ്റവും താഴ്ന്ന ചാറ്റ് ബാക്കപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിലൊന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കുഡിൻ്റെ കംപ്ലീറ്റ് ബാക്കപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ, ഒരു ഇൻഫർമേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ താഴെ നമുക്ക് സ്റ്റാറ്റസ് സ്റ്റോപ്പ്ഡ് ഔട്ട് ഓഫ് സ്റ്റോറേജ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഗൂഗിൾ സ്റ്റോറേജ് നേരത്തെ പറഞ്ഞതുപോലെ 15 GB കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അധികം വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ, പല ഗ്രൂപ്പുകളിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ, കുറേ മെസ്സേജസും ഫോട്ടോസും ഡോക്യുമെൻറ്റ്സും ഒക്കെ കൈമാറ്റം ചെയ്യുന്നവരാണെങ്കിൽ 15 GB വളരെ കുറവാണ്. അപ്പോൾ അത് പെട്ടെന്ന് തീരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ടാകുന്നത്. അപ്പോൾ അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് മാനേജ് ഗൂഗിൾ സ്റ്റോറേജ് എന്ന ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ക്രോം സെലക്ട് ചെയ്ത് ജസ്റ്റ് വൺസ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഗൂഗിൾ വൺ എന്ന് പറഞ്ഞ ഒരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. അതിൽ നമ്മളുടെ പ്രൊഫൈൽ ഐക്കണുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഒരു ഫോണിൽ നമുക്കൊരു 3-4 ജിമെയിൽ ID എങ്കിലും നമുക്കുണ്ടാകും. അതില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് വളരെ സിമ്പിളാണ്. നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു ജിമെയിൽ ID ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ വേറൊരു ജിമെയിൽ ID ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും യു ഹാവ് ഗോട്ട് 15 GB ഓഫ് സ്റ്റോറേജ് എന്ന് നമുക്കിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 15 GB കൂടി എക്സ്ട്രാ ലഭിച്ചു. അതിനുശേഷം നമ്മൾ വീണ്ടും ബാക്ക് പോയതിന് ശേഷം നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ പോയി ഗൂഗിൾ വണ്ണിൽ സെലക്ട് ചെയ്ത പ്രൊഫൈലിൽ ഏത് ജിമെയിൽ ID ആണോ നമ്മൾ സെലക്ട് ചെയ്ത് അതിവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മളുടെ സ്റ്റോറേജ് പ്രോബ്ലം ഇവിടെ സോൾവ് ആയി. ഇനി നമുക്ക് ബാക്കപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മെസ്സേജുകൾ ബാക്കപ്പ് ചെയ്യുകയും നമുക്കത് വീണ്ടും എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ തിരിച്ചെടുക്കണമെന്ന് തോന്നിയാൽ അത് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അടിപൊളി ട്രിക്ക്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. താങ്ക് യു. ബൈ.